മിനിമലായിട്ട് ഏറ്റവും കോസ്റ്റ് കുറച്ച് എങ്ങനെ ഒരു ഡ്രീം ഹൗസിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. കാരണം ബഡ്ജറ്റ് കുറവാണ്, വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അഡീഷണൽ കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ നിലവിലുള്ള സ്ട്രക്ചറിനെ കുറച്ചുകൂടെ സൗകര്യമാക്കി എടുക്കുകയാണ് പ്രധാനമായിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഒരു പ്രധാന അട്രാക്ഷനാണ് വീടിൻ്റെ പുറകിലായിട്ട് വരുന്ന വാട്ടർ ബോഡി. വീടിൻ്റെ പുറകുനിന്ന് നോക്കിയാലും അതുപോലെ തന്നെ വീടിൻ്റെ ടെറസിൽ നിന്ന് നോക്കിയാലും പരന്ന് കിടക്കുന്ന വാട്ടർ ബോഡി നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് ആളുകൾ കയാക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. സന്ധ്യാസമയങ്ങളിലൊക്കെ അവിടെ ഇരിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ അത് നമ്മൾ പരമാവധി ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വേറെ വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ വരുത്തിയിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന 2 ചെറിയ ബെഡ്റൂം നമ്മൾ ഒരു വലിയ ബെഡ്റൂമാക്കി, അതിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തു. ആ ബെഡ്റൂം ഒന്ന് സ്പേഷ്യസ് ആക്കി. അതുപോലെ തന്നെ ലാൻഡിങ്ങിൽ അടിയിലുണ്ടായിരുന്ന ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വാൾ പൊളിച്ച് നമ്മൾ ആ സ്പേസ് ഒന്ന് ഒരു സ്പേഷ്യസ് ആക്കി എടുത്ത് കാഴ്ചയ്ക്ക് കുറച്ചുകൂടെ ഒരു വലുപ്പം തോന്നുന്ന രീതിയിലാക്കി. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കിച്ചൺ അത് നമ്മളൊരു ഡൈനിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അതിന് പകരം കിച്ചണിന് പകരം നമ്മൾ പുറത്ത് ചെറിയൊരു സ്പേസിൽ ഒരു കിച്ചൺ കൂടെ അറേഞ്ച് ചെയ്തു.